കേരളത്തിലെ ട്രഷറികൾ ആധുനികവൽക്കരിച്ച് കൂടുതൽ ജനകീയമാക്കുകയാണെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ.എൻ. ബാലഗോപാൽ ഹോസ്ദുർഗ് സബ് ട്രഷറി ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. City Gold and Diamonds, Kerala and Karnataka, the glow of purity. ദേശസാൽകൃത ബാങ്കുകളോട് കിടപിടിക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഇന്ന് ട്രഷറികളിൽ ലഭ്യമാണെന്നും പെൻഷൻകാരെ കൂടി പരിഗണിച്ച് ഇരിക്കാനുള്ള സൗകര്യം, കുടിവെള്ളം, മറ്റ് സൗകര്യങ്ങൾ എന്നിവ പുതിയ കെട്ടിടങ്ങളിൽ ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഏറ്റവും ആധുനികമായ, ഏറ്റവും ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള സംവിധാനം എന്ന നിലയിൽ ട്രഷറി ഉയർന്നു വന്നിട്ടുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇതിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ. കാരണം ഈ കുബേർ പോലെയുള്ള പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയർ അധിഷ്ഠിതമാണ്. അതുകൊണ്ട് എത്രയും ചിട്ടയുള്ള ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ ബാങ്കിങ് സമ്പ്രദായങ്ങളിൽ ഒന്നാണ് സർക്കാരിൻ്റെ ഔദ്യോഗിക സ്ഥാപനമായ ട്രഷറി. താഴത്തെ നിലയിൽ തന്നെയായിരിക്കും ഡെയിലി ബിസിനസ്. മുകളിലത്തെ നിലയൊക്കെ ഉണ്ടാവും, കോൺഫറൻസ് ഹാളുണ്ട്. പക്ഷേ ഈ വരുന്നയാൾക്ക് ഇരിക്കാൻ അത്യാവശ്യം ഇരിക്കാനുള്ള സൗകര്യങ്ങൾ, കുടിവെള്ളം, പ്രാഥമിക കാര്യങ്ങൾക്കുള്ള ഒരു ടോയ്ലറ്റ് സൗകര്യങ്ങൾ തുടങ്ങി എല്ലാം ചേർത്തിട്ടാണ് ഈ കാര്യങ്ങൾ വരുന്നത്. ഇത് 1 വർഷത്തിനകം 9 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇ. ചന്ദ്രശേഖരൻ MLA അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ഉത്തരമേഖല ഡെപ്യൂട്ടി ഡയറക്ടർ KG രമാദേവി റിപ്പോർട്ട് അവതരിപ്പിച്ചു. MP രാജ്മോഹൻ ഉണ്ണിത്താൻ, M രാജഗോപാലൻ MLA എന്നിവർ വിശിഷ്ടാതിഥികളായി. ജനപ്രതിനിധികളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും സംസാരിച്ചു. ട്രഷറി വകുപ്പ് ഡയറക്ടർ V. സാജൻ സ്വാഗതവും ജില്ലാ ട്രഷറി ഓഫീസർ K. റീജ നന്ദിയും പറഞ്ഞു. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പുതിയ കോട്ടയിലെ പഴയ ട്രഷറി കെട്ടിടം പൊളിച്ചു നീക്കിയ സ്ഥലത്താണ് 1.48 കോടിയുടെ ഒറ്റനില കെട്ടിടം പണിയുക. നിലവിൽ അലാമിപ്പള്ളി ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലാണ് ട്രഷറി പ്രവർത്തിച്ചു വരുന്നത്. 2424 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ഒരു നില കെട്ടിടത്തിൽ സബ് ട്രഷറിക്ക് ആവശ്യമുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ടാകും. ഓഫീസർമാരുടെ ക്യാബിൻ, റെക്കോർഡ് റൂം, ഗാർഡ് റൂം, പെൻഷൻ ലോഞ്ച്, പണമിടപാട് ഏരിയ, പൊതു ശൗചാലയം, ഡൈനിങ് ഹാൾ എന്നിവ കെട്ടിടത്തിലൊരുക്കും. 274 ദിവസമാണ് നിർമ്മാണ കാലാവധി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.